ഖത്തറിലെ പ്രധാന വ്യാവസായിക കേന്ദ്രമായ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിക്ക് നേരെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. വടക്കൻ തീരത്തെ പ്രകൃതിവാതക പ്ലാന്റിന് ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ലോകത്തെ പ്രധാന ഇന്ധന കയറ്റുമതി കേന്ദ്രത്തിന് നേരെയുണ്ടായ ഈ നീക്കം ആഗോള വിപണിയിലും മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. മേഖലയിൽ വർദ്ധിച്ചുവരുന്ന ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനായി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ അടിയന്തര യോഗം ചേർന്നു. GCC, അറബ് ലീഗ്, OIC പ്രതിനിധികൾ പങ്കെടുത്ത യോഗം മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളെക്കുറിച്ചും സംയുക്ത സുരക്ഷാ നീക്കങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. അമേരിക്കൻ കേന്ദ്രങ്ങൾക്കും ഇസ്രായേലിനും പുറമെ സൗദി, UAE, ഖത്തർ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണങ്ങൾ ആ രാജ്യത്തെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തുമെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ മുന്നറിയിപ്പ് നൽകി. അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നതിലൂടെ ഇറാൻ യാതൊരു നേട്ടവും കൈവരിക്കാൻ പോകുന്നില്ലെന്നും തിരിച്ചടിക്കാൻ ശേഷിയില്ലെന്ന ഇറാന്റെ കണക്കുകൂട്ടൽ തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോലീസും പൊതുജനങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമായതോടെ രാജ്യത്തെ കുറ്റകൃത്യങ്ങളിൽ 30% കുറവുണ്ടായതായി ബഹ്റൈൻ ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുല്ല അൽ ഖലീഫ അറിയിച്ചു. ദേശീയ പ്രതിബദ്ധതാ ദിനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തോടുള്ള കൂറും ഉത്തരവാദിത്തവുമാണ് ദേശീയതയുടെ അടിസ്ഥാനമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ധർമ്മടം മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായ 3-ാം തവണയും ജനവിധി തേടുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തലശ്ശേരി രജിസ്ട്രാർ ഓഫീസിലെത്തി വരണാധികാരി മുൻപാകെയാണ് അദ്ദേഹം പത്രിക നൽകിയത്. EP ജയരാജൻ, KK രാഗേഷ്, AN ഷംസീർ തുടങ്ങിയ പ്രമുഖ നേതാക്കളും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു.